അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ പൈൽസ് അല്ലെങ്കിൽ അർഷസ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് ഓവർ വെയ്റ്റ് ആണ്. വെയിറ്റ് കൂടുന്നതാണ് ആദ്യത്തെ കാരണം എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പ്രഗ്നൻസി സമയങ്ങളിൽ പൈൽസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഈ പ്രഗ്നൻസി സമയത്ത് നമ്മളുടെ അബ്ഡോമൻ അല്ലെങ്കിൽ അവിടുത്തെ പ്രഷർ കൂടും. അതായത് യൂട്രസ് വികസിക്കുന്നത് കൊണ്ട് അവിടുത്തെ ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ കൂടിയിട്ട് പൈൽസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ജോലി സംബന്ധമായിട്ട്, അതായത് ഒരുപാട് ഇരുന്ന് ജോലി ചെയ്യുന്നവരിൽ ഇത് കാണാറുണ്ട്. അവിടുത്തെ പ്രഷർ കാരണം ഉണ്ടാവാറുണ്ട്. അവിടുത്തെ വെയിൻസ് ഡയലേറ്റഡ് ആവും. അപ്പോൾ അങ്ങനെ അർഷസ് ഉണ്ടാവാറുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഭാരം എടുക്കുന്നവരിലും ഇത് കാണാറുണ്ട്. അങ്ങനെ ഭാരം എടുത്താൽ അവിടുത്തെ പ്രഷർ കൂടി വെയിൻ ഡയലേറ്റഡ് ആയിട്ട് അർഷസ് ഉണ്ടാവാറുണ്ട്. പിന്നെ കോൺസ്റ്റിപ്പേഷൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. കോൺസ്റ്റിപ്പേഷൻ കാരണമാണ്. അതുപോലെ തന്നെ നമ്മൾ കോൺസ്റ്റിപ്പേഷൻ്റെ സമയത്ത് മോഷൻ പാസ് ചെയ്യാൻ പോകുമ്പോൾ സ്ട്രെയിൻ കാരണം ഇങ്ങനെ അർഷസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ആഹാര രീതികൾ എന്ന് വെച്ചാൽ നമ്മൾ കൂടുതലായിട്ടും ദിവസവും അധികമായിട്ടുള്ള എരിവും പുളിയും ഒക്കെയുള്ള ആഹാരങ്ങൾ കഴിക്കുക, ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ ജങ്ക് ഫുഡൊക്കെ ധാരാളം കഴിക്കുക, അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുക. അതായത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും നമ്മൾ കൃത്യസമയത്ത് ആഹാരം കഴിക്കാതിരിക്കുന്നതും ഈ പൈൽസ് ഉണ്ടാവാനൊരു കാരണമാവുന്നുണ്ട്. അടുത്തതായിട്ട് ഇത് കണ്ടുപിടിക്കുന്നത് പേഷ്യൻസ് പറയുന്ന സിംറ്റംസ് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യം മനസ്സിലാക്കാൻ പറ്റും. അതായത് ആ ഒരു ഭാഗത്ത്, അതായത് ഏനൽ റീജിയണിൽ ചൊറിച്ചിലും നല്ല പെയിനും അതുപോലെ തന്നെ ബേണിംഗ് സെൻസേഷൻ, അതായത് പുകച്ചിലും അനുഭവപ്പെടുന്നു. അതുപോലെ തന്നെ മോഷൻ പോകാൻ ബുദ്ധിമുട്ട്, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ചിലർ പറയും, അതായത് ഏനൽ കനാലിൻ്റെ അവിടെ ഏനസിൻ്റെ അവിടെ തൊട്ട് നോക്കുമ്പോൾ ഒരു മാസ് പോലെ അല്ലെങ്കിൽ ഒരു ലംബ് പോലെ ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പറയും. പക്ഷേ എന്നിരുന്നാലും നമ്മൾക്കത് എക്സാമിൻ ചെയ്താൽ മാത്രമേ കൺഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് ഒന്നിൽ നമ്മൾ എക്സാമിൻ ചെയ്താൽ എക്സ്റ്റേണൽ പൈൽസ് ഒക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ ഡിജിറ്റൽ എക്സാമിനേഷൻ നമ്മൾ ഫിംഗറൊക്കെ ഇട്ട് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ കൊളോണോസ്കോപ്പി അതുപോലുള്ള ഇൻവെസ്റ്റിഗേഷനിലോട്ടൊക്കെ കടന്നാൽ പൈൽസ് ആണോ അല്ലെങ്കിൽ ഏത് തരം പൈൽസാണ്, എക്സ്റ്റേണൽ ആണോ ഇൻറ്റേർണൽ പൈൽസ് ആണോ, അതുപോലെ തന്നെ ഇതിൻ്റെ ഡിഗ്രി മനസ്സിലാക്കാനൊക്കെ സാധിക്കും. അപ്പം ആയുർവേദത്തിലൊക്കെ ഈ അർഷസിന് അല്ലെങ്കിൽ ഹെമറോയിഡിന് ധാരാളം മെഡിസിൻസും ട്രീറ്റ്മെൻറ്റും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ മെഡിസിനൊക്കെ കഴിച്ചാലും നമ്മൾ പ്രത്യേകമായിട്ട് പറയുന്നത് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. അതായത് നമ്മളുടെ ദിനചര്യയിൽ അല്ലെങ്കിൽ നമ്മുടെ ആഹാര രീതിയിൽ വരുന്ന പ്രശ്നം കൊണ്ട് തന്നെയാണ് ഈ ഒരു അർഷസ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് മോഡിഫൈ ചെയ്യാതെ അല്ലെങ്കിൽ അതിന് മാറ്റം വരുത്താതെ ഇരുന്ന് നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും കുറയുമെങ്കിലും ഇത് വീണ്ടും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആയുർവേദത്തിൽ നമ്മൾ മരുന്നിനോടൊപ്പം തന്നെ പഥ്യവും പറയും. പഥ്യത്തിൽ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ചിക്കൻ, അതായത് കോഴിമുട്ട, കോഴിയിറച്ചി അവോയ്ഡ് ചെയ്യാൻ പറയും. അതുപോലെ തന്നെ എരിവുള്ള ആഹാരങ്ങളും പുളി അങ്ങനത്തെ ഭക്ഷണങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ പറയും. ബേക്കറി ഐറ്റംസ്, പിന്നെ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള